നമസ്കാരം. ഇന്ന് നമുക്ക് വീട്ടിൽ ഒരു ചെലവുമില്ലാതെ ഒരു ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു പേപ്പറാണ്. ഞാനിവിടെ ഒരു A3 സൈസിൻ്റെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കേക്ക് ഡിഷ് ആണെങ്കിൽ A4 സൈസ് മതിയാകും. ആദ്യം തന്നെ പേപ്പറിൻ്റെ മുകളിൽ കേക്ക് ഡിഷ് വെച്ചിട്ട് അതേ ഷേപ്പിലൊന്ന് വരച്ചെടുക്കണം. നമ്മൾ എടുക്കുന്ന കേക്ക് ഡിഷിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല റൗണ്ടായിട്ട് തന്നെ ഇത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ട്രേസിംഗ് പേപ്പറായിട്ടും ഇത് ഉപയോഗിക്കാം. ഞാനിപ്പം കേക്ക് ഡിഷിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബട്ടർ പേപ്പറാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബട്ടർ ഞാനിപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. ഇത് സെറ്റായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിത് ഡയറക്റ്റായിട്ട് തൂത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബട്ടർ തന്നെ വേണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പ്രിൻ്റൊക്കെ എടുക്കുന്ന പേപ്പർ ബട്ടർ പേപ്പറിൻ്റെ അതേ ഗുണത്തിൽ തന്നെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിനി ഇതുപോലെ കേക്ക് ഡിഷിൽ വെച്ച് കൊടുത്ത് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലെ ബട്ടർ പേപ്പർ തീരുവോ മേടിക്കാൻ പോകാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.